കർത്താവ് വാഗ്ദത്തം ചെയ്ത ഒരു വലിയൊരു ഗിഫ്റ്റാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. സൃഷ്ടിയിൽ പരിശുദ്ധാത്മാവിൻ്റെ ഇൻവോൾവ്മെൻറ്റിനെ നമുക്ക് കാണാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് നമുക്കവിടെ കാണാം. പിതാവ് സകലത്തെയും സൃഷ്ടിക്കുന്നു. പുത്രനായി പിതാവിനോടൊപ്പം ഉണ്ട്. ലോകസ്ഥാപനത്തിന് മുന്നേ പിതാവിൻ്റെ അടുക്കൽ പുത്രനുണ്ട്. പുത്രനായി വെളിപ്പെട്ട ദൈവമുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിനെയും നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. വെള്ളത്തിന്മീതെ പരിവർത്തിക്കുന്ന ആത്മാവ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? വെള്ളത്തിന്മീതെ പരിവർത്തിക്കുന്നു. പല സ്ഥലങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ പലരുടെ വീടുകളിലും വെള്ളം പ്രാർത്ഥിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കും. വെള്ളത്തിന്മേൽ പരിവർത്തിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇതിൽ പരിവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ വെള്ളത്തിന്മേൽ പരിവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നു. സൃഷ്ടിയുടെ ആരംഭത്തിങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഇൻവോൾവ്മെൻറ്റിനെയാണ് കാണുന്നത്. മാത്രമല്ല തുടർന്ന് മനുഷ്യനെ ദൈവത്തിൻ്റെ സ്വന്തം രൂപത്തിലും സ്വന്തം സാദൃശ്യത്തിലും സൃഷ്ടിച്ചതിന് ശേഷം, ഉണ്ടാക്കിയതിന് ശേഷം, പൊടിയിൽ നിന്ന് അവനെ ഉണ്ടാക്കിയതിന് ശേഷം അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതുകയാണ്. അവൻ ജീവനുള്ള ദേഹിയായിത്തീരുന്നു. ഈ ജീവശ്വാസം എന്ന് പറയുന്ന വാക്ക് എന്തിനെ ഉദ്ദേശിക്കുന്നു? അതും പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നു.